ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഓർത്തത് ഇന്നൊരു സെറ്റ് ഡൗൺ വീഡിയോ ചെയ്യാവുന്നതാണ്. എന്തിന് ഇത്രയും ദിവസമായിട്ട് ഞാൻ സാന്റോറിനിയിലത്തെ ഞങ്ങൾ സാന്റോറിനി ട്രിപ്പ് പോയതിൻ്റെ 3 ദിവസത്തെ വീഡിയോ 3 ദിവസമായി എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എപ്പോഴും മൊത്തം ട്രാവൽ വീഡിയോ ആക്കിയാൽ പിന്നെ ആൾക്കാർ ബോറടിക്കാൻ തുടങ്ങും. അപ്പം ഞാനിങ്ങനെ സെറ്റ് ഡൗൺ വീഡിയോയിൽ ഇവിടുത്തെ ഇൻഫർമേഷനും ഇപ്പം ഞാൻ നെതർലാൻഡ്സിൽ വന്നിട്ട് 1 വർഷം ആവാറായി. ഞാൻ കഴിഞ്ഞ ഏപ്രിൽ 2 2023 ഞാൻ ഇവിടെ വന്നത്. ഇപ്പം മാർച്ചായി, ഇപ്പോൾ ഓൾമോസ്റ്റ് 1 വർഷമായി ഇവിടെ വന്നിട്ട്. അപ്പം ഈ 1 വർഷത്തിൽ ഞാൻ ആംസ്റ്റർഡാം വന്നിട്ട് എനിക്കൊരു കൾച്ചറൽ ഡിഫറൻസ് എന്തൊക്കെയാണ് തോന്നിയത്, ഇന്ത്യയിൽ നിന്ന് ആംസ്റ്റർഡാം ഏതൊക്കെ കാര്യത്തിൽ ഇച്ചിരി വ്യത്യാസമാണ്, അങ്ങനത്തെ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കാം. ഈ വീഡിയോയിൽ പറയുന്ന പോയിന്റ്സ് എല്ലാം എനിക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് അതാണ് ഞാൻ പറയുന്നത്. വേറെ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പം എൻ്റെ അഭിപ്രായം എന്താണെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, സോ നമ്പർ 1, ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡച്ച് ആൾക്കാർ ഭയങ്കര ടൈമിനെ വാല്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ വന്നിരിക്കും. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഇവിടെ വരുന്ന ഫോംസൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഇമെയിൽ ഒന്നും അല്ല ഇവിടെ വരുന്നത്. ഇവിടെ ഡയറക്റ്റ് അവർ ലെറ്ററാണ് തരുന്നത്. അപ്പോൾ ആ ലെറ്റർ തരുമ്പോഴത്തേക്കും നമുക്ക് വല്ല അപ്പോയിൻമെൻറ്റ് ഉണ്ടെങ്കിൽ അവർ കറക്റ്റ് സമയം പറയും. അപ്പോൾ ആ അപ്പോയിൻമെൻറ്റിൻ്റെ സമയം എൻ്റെ 12:30 AM എല്ലാം ആണെങ്കിൽ അവർ 12:30 AM എന്ന് പറഞ്ഞിട്ട് അവർ പറയും ഷോ ഓഫ് ബിഫോർ 10 minutes ഓഫ് ദ ഗിവൻ ടൈം എന്ന് വെച്ചുകൊണ്ട്. അപ്പം 10 മിനിറ്റ് മുമ്പേ വരണം എന്ന് വെച്ചുകൊണ്ട് അവർ പ്രത്യേകം ആ ലെറ്ററിൽ എഴുതിയിട്ടാണ് അവർ അയക്കുന്നത്. എന്തിനാ അവർ ആ ഒരു സമയം കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ആവും. പിന്നെ നമുക്ക് അത് വേറെ ഒരു ദിവസത്തേക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കണം. ആ വേറെ ഒരു ദിവസം ഉടനെ ഒന്നുമില്ലായിരിക്കും, ചിലപ്പം 1 മാസം 2 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ എങ്ങനെയായാലും പങ്ക്ച്വൽ ആയിപ്പോവും ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്പർ 2, ഡച്ച് ആൾക്കാരുടെ ഭക്ഷണം ഭയങ്കര ബ്ലാൻഡാണ്. ഒത്തിരി ഇങ്ങനെ എനിക്ക് തോന്നുന്നു അവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ബോയിൽഡ് പൊട്ടേറ്റോസ്, മാഷ്ഡ് പൊട്ടേറ്റോസ്, പിന്നെ ഇങ്ങനെ ഒത്തിരി സ്വാദോടെ ഒന്നുമല്ല കഴിക്കുന്നത്. നമ്മൾ ആക്ച്വലി ഡച്ച് ആൾക്കാരുടെ ഭക്ഷണങ്ങൾ കഴിച്ച് നോക്കുവാണെങ്കിൽ അവരുടെ കുസീനിനകത്തുള്ള ഐറ്റംസും ഒത്തിരി കുറവാണ്. അവർ സ്റ്റീംഡ് വെജിറ്റബിൾസ്, ബോയിൽഡ് പൊട്ടേറ്റോസ്, മീറ്റ് ആണെങ്കിലും അവർ ഇങ്ങനെ ബാർബിക്യൂ മീറ്റ് ചെയ്യും. പക്ഷെ അതിൻ്റെ മുകളിലോട്ട് അവർക്ക് വേണമെങ്കിൽ അവർ ഉപ്പും കുരുമുളകും ഒക്കെ ഇടും. അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഭയങ്കര ബ്ലാൻഡ്. പക്ഷെ ഒരു രീതി നോക്കുമ്പോൾ അത് ഭയങ്കര ഹെൽത്തി ഫുഡ് ഹാബിറ്റ് ആണ്. പക്ഷേ അവരുടെ ഫുഡ് എനിക്ക് ഭയങ്കര ബ്ലാൻഡായിട്ടാണ് തോന്നുന്നത്. നമ്പർ 3, ഇവിടുത്തെ സ്കൂളിംഗ് സിസ്റ്റം ഭയങ്കര നല്ലതാണ്. അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റുഡൻസ് പഠിക്കാൻ പോകുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ സ്കൂൾ ടൈം തൊട്ട് അവർക്ക് ഇന്റേൺഷിപ്പ് തുടങ്ങണം. അങ്ങനെയാണ്. അപ്പം ഞാൻ ജോലി ചെയ്യുന്ന അവിടെ പല പിള്ളേർ സ്കൂളും കോളേജിലും പഠിക്കുന്ന പിള്ളേർ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന പിള്ളേർ അവർ അത്രയും ചെറിയ പ്രായത്തിൽ അവർ ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പം ഇവിടുത്തെ സ്കൂൾ കോളേജസ് അവർക്ക് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് അസൈൻമെൻറ്റ് പോലെയാണത്. എന്തിനാ അവർ കോളേജും സ്കൂളും പാസ് ഔട്ട് ആയി കഴിയുമ്പോഴത്തേക്കും അവരുടെ കയ്യിലൊരു ജോബുണ്ട്. അപ്പോൾ അവർക്ക് ഒന്നും തേടി നടക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ആദ്യമേ എന്തെങ്കിലും ഇന്ത്യയിൽ നമ്മളുടെ പഠിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ മൊത്തം പഠിക്കും, കോളേജിൽ ഡിഗ്രി പഠിക്കും, മാസ്റ്റേഴ്സ് പഠിക്കും, എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു 1 വർഷം മൊത്തം തപ്പി നടക്കണം ജോലി കിട്ടാനായിട്ട് വേണ്ടി. അല്ലെങ്കിൽ അങ്ങനെ ഹൈ സ്കോർ ചെയ്ത ആൾക്കാർക്കൊക്കെ തുറന്ന് ജോലി കിട്ടും. പക്ഷേ 80 to 70% ആൾക്കാർ ജോലി കിട്ടാനായിട്ട് വേണ്ടി ഇച്ചിരി കഷ്ടപ്പെടും ആ സമയത്ത്. അപ്പം ഇവിടെ അതിൻ്റെ നേരെ തിരിച്ചാണ്. എന്തിനാ ഇവിടെ ഇപ്പോൾ പിള്ളേർ സ്കൂളിലും കോളേജുമായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും അവർക്ക് ആ എക്സ്പീരിയൻസ് അത്രയായി കിട്ടുക. അപ്പം ഈ ഡിഗ്രി ടൈമിൽ മൊത്തം അവർ പണി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 3 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ഓൾറെഡി ആയി. അപ്പം ഒരു അധ്വാനിക്കാൻ തുടങ്ങും കൊച്ചു പ്രായത്തിൽ. അതെനിക്ക് കുറേ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. നമ്പർ 4, ഡച്ച് ആൾക്കാർ ഭയങ്കര ഡയറക്റ്റാണ്. അവർ ഇങ്ങനെ കറക്കി കുത്തി സംസാരിക്കത്തൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ പോകുന്ന രീതിയിലുള്ള സംസാരമാണ് അവരുടെ. അപ്പം ചില സമയത്ത് ചില ആൾക്കാർക്ക് അത് ഒഫെൻഡഡ് ആയിട്ട് തോന്നും. എന്നുവെച്ചാൽ ഡച്ച് അല്ലാത്ത ആൾക്കാർക്ക്. എനിക്കൊന്ന് ഇവിടെ എല്ലാവരും ഭയങ്കര ജെനുവിൻ ആണ്, ഭയങ്കര ഓണസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഒരു ഡച്ച് ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ അവർ ഭയങ്കര ഓണസ്റ്റ് ആയിട്ടാണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതൊക്കെ. അപ്പം അതെനിക്ക് കുറേ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. നമ്പർ 5, നമ്മുടെ ആംസ്റ്റർഡാമിലെ ക്ലൈമറ്റ് കണ്ടീഷൻ ഭയങ്കര ഡിഫറെൻറ്റ് ക്ലൈമറ്റ് കണ്ടീഷനാണ്.
ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സമ്മർ ഉണ്ട്, വിന്റർ ഉണ്ട്, മോൺസൂൺ ഉണ്ട്. അപ്പോൾ ഈ കറക്റ്റ് മന്തിൽ നമുക്ക് മനസ്സിലാവും കാലാവസ്ഥ മാറുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ സ്പ്രിംഗ് ഉണ്ട്, വിന്റർ ഉണ്ട്, സമ്മറും ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഉള്ള സമയത്ത് റെയിനിങ് കാണും. ഈ മഴ ഇവിടെ മാറാത്ത ഒരു സീസണാണ്. അത് എപ്പോഴും ഓൾ ത്രൂ ഔട്ട് ദ ഇയർ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ കൂടെ മറ്റേ മേജർ സീസൺസ് മാറിക്കൊണ്ടിരിക്കും. നമ്പർ 6, ഇവിടുത്തെ സൈക്കിൾ കൾച്ചർ. ഇവിടെ ആൾക്കാർ ഷോ ഓഫ് ചെയ്തില്ല. ഈ വണ്ടി വാങ്ങിക്കുക, പൈസ ഉള്ളവരുടെ അടുത്ത് വണ്ടിയുണ്ട്, പൈസ ഇല്ലാത്തവരുടെ സൈക്കിളിൽ പോകുന്നു, അങ്ങനെയൊന്നുമില്ല ഇവിടെ. ഇവിടെ ആൾക്കാർ ഷോ ഓഫ് ഒരു രീതിയിലും ചെയ്യത്തില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നടക്കാനും സൈക്കിൾ ചെയ്യാനുമാണ്. എന്തിനും ഇവിടുത്തെ മിക്ക ഡച്ച് ആൾക്കാരെയും കാണുവാണെങ്കിൽ അവർ ഭയങ്കര ഫിറ്റാണ്. അപ്പം ഇവിടെ സൈക്ലിംഗ് കൾച്ചർ ഭയങ്കര സ്ട്രോങ് ആണ്. അത് ആക്ച്വലി എനിക്കും കുറേ ഇഷ്ടമുള്ള ഒരു കാര്യം. എന്തിനാ നമുക്കപ്പോൾ ആ ഒരു പ്രഷർ ഇല്ല. അയ്യോ നമ്മൾ വന്നു, ഇനിയിപ്പോൾ വണ്ടി വാങ്ങിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനത്തെ ഒരു പ്രഷറൊന്നും ഇല്ല. നമുക്ക് സുഖമായിട്ട്. എന്നിട്ട് ഇവിടുത്തെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നമ്മുടെ വീടിൻ്റെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ വീട്ടിൽ നിന്ന് നമുക്ക് എവിടെ പോകണമെങ്കിലും നമുക്ക് 2 മിനിറ്റ് നടന്നാൽ നമുക്കിവിടെ മെട്രോ ഉണ്ട്, ട്രാം ഉണ്ട്, ബസ്സുണ്ട്, പിന്നെ ടാക്സി ഉണ്ട്, പിന്നെ അതുമെല്ലാം നടന്നും പോവാം, സൈക്കിളും പോവാം. അപ്പോൾ ഈ ഇത്രയും മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളപ്പം നമുക്ക് പ്രൈവറ്റ് കാറിൻ്റെ അത്രയും ആവശ്യങ്ങൾ വരുന്നില്ല. നമ്പർ 7, വേസ്റ്റ് മാനേജ്മെൻറ്റ്. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇവിടുത്തെ ഒത്തിരി പങ്ക്ച്വൽ, പിന്നെ ഭയങ്കര റൂളൊക്കെ ഭയങ്കര കറക്റ്റാണ് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ. എന്തിനാ നിങ്ങൾ പേപ്പർ മാറ്റും, പ്ലാസ്റ്റിക് മാറ്റും, ഓർഗാനിക് വേസ്റ്റ് മാറ്റും, ഗ്ലാസ് ബോട്ടിൽസ് ഒക്കെ മാറ്റും. പിന്നെ അഥവാ നിങ്ങൾക്ക് തുണികളൊക്കെ പഴയ തുണി ആർക്കെങ്കിലും കൊടുക്കണോ അല്ലെങ്കിൽ തുണികൾ വേണ്ട അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയും വേറൊരു സെക്ഷനാണ്. അപ്പം ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിനും വെക്കുന്നതിനും ഒക്കെ. അപ്പം എല്ലാം ട്യൂസ്ഡേയ്സ് ആണ് ഞങ്ങളുടെ ഈ ഏരിയയിൽ അവർ വേസ്റ്റ് മൊത്തം എടുത്ത് മാറ്റാനായിട്ട് വേണ്ടി വരുന്നത്. നമ്മുടെ ഈ വീടിൻ്റെ താഴെ എല്ലാം ക്രോസിൽ ഇങ്ങനെ ബിൻ ഏരിയാസ് ഉണ്ട്. അവിടെ ചെന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇട്ടാൽ മതി ഏത് വേസ്റ്റ് അനുസരിച്ച്. പക്ഷെ അതനുസരിച്ച് നമുക്ക് വീട്ടിൽ സെഗ്രിഗേറ്റ് ചെയ്യണം, പേപ്പർ വേസ്റ്റ്, ഓർഗാനിക്കും പ്ലാസ്റ്റിക്കും എല്ലാം. അപ്പോൾ അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് താഴെ കൊണ്ടുപോയിട്ട് ഏത് ബിന്നിലോട്ട് ഇടുന്ന ആ ബിന്നിലോട്ട് തന്നെ ഇടണം. അതുപോലെ നമ്മൾ ആ ബിന്നിൽ ഇട്ടില്ലെങ്കിൽ നമുക്ക് ഫൈനാണ്. നമ്പർ 8, ഇവിടെ എല്ലാം ബിൽഡിങ്സിന് താഴെ ഒരു സ്ക്വയർ മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ആ സ്ക്വയർ മാർക്കിങ്ങിൻ്റെ അകത്ത് ഇപ്പം അഥവാ ആരെങ്കിലും ഇവിടെ റൂം ഷിഫ്റ്റ് ചെയ്യുവാണോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഇവിടെ വിട്ട് വേറെ ഏതെങ്കിലും കൺട്രിയിലോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ അവർക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുക അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്ത് വെക്കാനായിട്ട് വേണ്ടി ഇവിടെ എല്ലായിടത്തും ഒരു സ്ക്വയർ പോലെ അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി. ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ നല്ല നല്ല സോഫ, നല്ല നല്ല ഫർണിച്ചർ പീസസ് ഒക്കെ അവർ വാങ്ങിച്ചിട്ട് ഇച്ചിരി നാൾ പോലും ആയിട്ടില്ലായിരിക്കും. അപ്പോൾ അതിനുള്ളിൽ അവർക്ക് ഇവിടം വിട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ചിലരത് റീസെയിൽ ചെയ്യും, ചിലർക്ക് റീസെയിൽ ചെയ്യാൻ താല്പര്യം കാണത്തില്ലായിരിക്കും. അപ്പോൾ അവർ കൊണ്ടുവന്ന് ഇങ്ങനത്തെ ഈ സ്ക്വയറിനകത്ത് കൊണ്ടുപോയി അവരുടെ ആ സോഫ അല്ലെങ്കിൽ ഏത് ഫർണിച്ചർ ഐറ്റംസോ എന്ത് വേണമെങ്കിലും അവിടെ കൊണ്ടുപോയി വെച്ചാൽ ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ അവിടെ നിങ്ങൾ നടന്നു പോവുക, ആ സ്ക്വയറിൽ അവർ ആ ഫർണിച്ചർ പീസ് കണ്ടു, എന്നിട്ട് അവർക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അവർക്കത് സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകും. ആ ഒരു സംഭവം എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. എന്തിന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ക്വയർ സംഭവം ഉണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കും ഏതെങ്കിലും നല്ല ഫർണിച്ചർ പീസ് വല്ലതും ഉണ്ടെങ്കിൽ ഞാനത് എടുത്തുകൊണ്ട് വരാനായിട്ട് വേണ്ടി നോക്കിയിരിക്കും. അങ്ങനെ ഞങ്ങളിവിടെ ഞങ്ങളുടെ ബാൽക്കണിയിൽ വെക്കാനായിട്ട് വേണ്ടി ചൂരലിൻ്റെ കസേരയും സ്റ്റൂളും ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങളത് കൊണ്ടുവന്ന് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഞങ്ങളുടെ ബാൽക്കണിയിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ ഭയങ്കര നല്ലൊരു സിസ്റ്റം അത്. എന്തിനാ അവർ അത് വേസ്റ്റ് ആക്കുന്നില്ല, അത് വേറൊരാൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ട്. അവരവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ഭംഗിയായിട്ട് അവരത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം അത് ഞാൻ കണ്ടു. അതെനിക്ക് കുറേ ഇംപ്രസീവായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്പർ 9, ഇവിടുത്തെ വർക്ക് കൾച്ചർ. ഇവിടുത്തെ വർക്ക് കൾച്ചർ ഭയങ്കര എഫിഷ്യൻറ്റ് വർക്ക് കൾച്ചറാണ്. ഫോർ എക്സാമ്പിൾ ഒരാൾ 8 മണി തൊട്ട് 4 മണി വരെ ജോലി ചെയ്യുവാണെന്ന് ഓർത്തു. അപ്പോൾ ആ സമയം കഴിഞ്ഞാൽ ഇവിടുത്തെ ആരെങ്കിലും ഇങ്ങനെ ചിലപ്പം ഒരു 5 മണിക്കോ 6 മണിക്കോ അവരുടെ ഏതെങ്കിലും മീറ്റിംഗ് വന്നു, എന്നിട്ട് അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും എന്താ പറയുക ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഫോൺ വിളിക്കുകയാണെങ്കിൽ അവർ ആ സമയത്ത് സംസാരിച്ച് തുടങ്ങുന്നത് sorry to disturb you, I know this is not your working time, but I had something to ask you, so that's the reason I'm calling you. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർ സംസാരിക്കാൻ തുടങ്ങുന്നത്. എന്തിന്
അവർക്ക് അറിയാം നമ്മുടെ വർക്ക് ലൈഫിൻ്റെ കൂടെ തന്നെ നമ്മളുടെ പേഴ്സണൽ ലൈഫ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് വർക്ക് ലൈഫ് പേഴ്സണൽ ലൈഫ് രണ്ടിൻ്റെ ആ ബാലൻസ് നല്ല വൃത്തിക്ക് അറിയാവുന്നതുകൊണ്ട് അവർ പണി കഴിഞ്ഞിട്ടുള്ള സമയം അവർ ആരെയും ശല്യം ചെയ്യാൻ പോകത്തില്ല. നിങ്ങൾ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സമയം നിങ്ങളുടെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യണം. അതാണ് ഇവരുടെ കൾച്ചറിലുള്ളത്. അങ്ങനെയാണ് ഇവിടെ എല്ലാവരും ഭയങ്കര സന്തോഷമായി ഇരിക്കുന്നത്. നമ്പർ 10 എന്താണെന്ന് വെച്ചാൽ ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ നോട്ട് ചെയ്തതാണ്. ഞങ്ങളിവിടെ അപ്പാർട്ട്മെന്റ് റെന്റിൽ എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ നിൽക്കുന്ന ഈ അപ്പാർട്ട്മെന്റ് 2 BHK ആണ്. അപ്പം ഇവിടുത്തെ എല്ലാ അപ്പാർട്ട്മെന്റ് ലേ ഔട്ടുകളിൽ ഒരു സ്റ്റോർ റൂം എപ്പോഴും എക്സ്ട്രാ ആണ്. അപ്പം നമുക്ക് 2 ബെഡ്റൂം കാണും, ടോയ്ലറ്റ് വേറെ, ബാത്റൂം വേറെ, ഹാൾ ഏരിയ, കിച്ചൺ ഏരിയ, ഫോയറിന് വെച്ചിട്ടുള്ള ഏരിയ കാണും. ഇതെല്ലാം കൂടാതെ നമുക്ക് ഒരു സ്റ്റോർ റൂം കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോർ റൂമിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീൻ, പിന്നെ ഈ ഞങ്ങൾ വെച്ചിരിക്കുന്ന ഞങ്ങളുടെ സൂട്ട് കേസുകൾ, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുക. അപ്പോൾ ഈ വലിയ വലിയ ബൾക്കി ഐറ്റംസ് അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമോ, നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ സമയമില്ലെങ്കിൽ ഞങ്ങൾ എല്ലാ സാധനം അതിൻ്റെ അകത്തോട്ടാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു റൂം ഉണ്ടത് എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. പ്ലസ് ഇവിടെ ആക്ച്വലി 2 സ്റ്റോർ റൂമായിട്ടാണ് അവർ നമുക്ക് തരുന്നത്. നമ്മുടെ വീടിനുള്ളിൽ ഒരു സ്റ്റോർ റൂം കാണും, പ്ലസ് ഈ നമ്മൾ താമസിക്കുന്ന ഈ എല്ലാ ബിൽഡിങ്ങുകളിൽ ഫസ്റ്റ് ഫ്ലോർ അവിടെയും ഇങ്ങനെ കുറേ റൂംസ് ആണ്. ഇപ്പൊ ഞങ്ങൾ ഈ താമസിക്കുന്ന ഈ ഫ്ലാറ്റിൽ എത്ര അപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും ഫോർ സേ നമുക്കൊരു 30 അപ്പാർട്ട്മെന്റിന് പിടിക്കാം. 30 ഫ്ലാറ്റ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയ അല്ല, ഫസ്റ്റ് ഫ്ലോറിൽ ഒരു അപ്പാർട്ട്മെന്റും ഇല്ല. ഫസ്റ്റ് ഫ്ലോർ അവരെങ്ങനെയാ ചെയ്തതെന്ന് വെച്ചാൽ ഒരു നീണ്ട കോറിഡോറാണ്. എന്നിട്ട് 2 സൈഡിലും ഇങ്ങനെ ഓരോരോ റൂംസ് പോലെ. അപ്പം 30 അപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ടെങ്കിൽ 30 റൂം ഇങ്ങനെ നീണ്ട് കോറിഡോറിന്റെ അപ്പുറം ഇപ്പുറമായിട്ട് 30 റൂം ഉണ്ട്. എന്നിട്ട് എല്ലാം റൂമിന്റെ മുകളിലായിട്ട് നമുക്ക് ഫ്ലാറ്റ് നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ സ്റ്റോർ റൂം കൂടാതെ നമുക്ക് താഴെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു എക്സ്ട്രാ സ്റ്റോർ റൂം ഉണ്ട്. അതുപോലെ ഇങ്ങനത്തെ നമുക്ക് എക്സ്ട്രാ വല്ല കസേരകളോ അല്ലെങ്കിൽ ഈ ബാർബിക്യൂ സെറ്റോ അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ വല്ല സോഫ, മാട്രസ് ഒക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ സംഭവം നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കണമെങ്കിൽ ആ താഴത്തെ ആ ഫ്ലോറിൽ, ആ ഫസ്റ്റ് ഫ്ലോറിൽ ആ സ്റ്റോർ റൂമിനകത്ത് കൊണ്ടുവന്ന് വെച്ച് നമുക്ക് കീ ഉണ്ട്, അത് ലോക്ക് ചെയ്ത് വെച്ച് നമുക്കത് വെക്കാം. അപ്പം അതും ഒരു സ്റ്റോർ റൂമായിട്ട് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അപ്പം ആ ഒരു സെറ്റപ്പ് എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നമുക്ക് പൊതുവേ കുറേ സാധനങ്ങളാണ്, അത് ചുമ്മാ അവിടെ ഇവിടെയൊക്കെ തിക്കി വെക്കുന്നതിനെക്കാട്ടിലും നല്ല ഇങ്ങനത്തെ ഒക്കെ റൂംസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് അവിടോട്ട് മാറ്റി വെക്കാം, ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്തു വെക്കുക. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടുത്തെ മിക്ക ബിൽഡിങ്സിലും അങ്ങനെ ഉണ്ട്. അതും എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതായിരുന്നു എൻ്റെ 10 കൾച്ചറൽ ഡിഫറൻസസ് വിച്ച് ഐ നോട്ടിസ്ഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് നെതർലൻഡ്സ്. അപ്പം എല്ലാവർക്കും എനിക്കൊന്ന് ഇച്ചിരി കാര്യങ്ങൾ മനസ്സിലായി കാണും, ആംസ്റ്റർഡാമും ഇന്ത്യയും തമ്മിലുള്ള ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ. ഇനിയും ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.